ആരുടെ കുത്തി കേട്ടുന്നേ? വണ്ടി എടുത്ത് മാറ്റടാ. നല്ല സീനറി ആണല്ലോ. താനേതാ ഇവിടെ കണ്ടിട്ടില്ല മുമ്പ്? ഇതിനു മുമ്പ് ഇവിടെ ആരെയും കാണിച്ചിട്ടില്ല, അതുകൊണ്ടാണ് കാണാതെ. സൗകര്യം പോലെ അറിയിക്കാം, അമ്മായി വന്ന് കണ്ടാ മതി. നിലത്ത് നിക്കടി അമ്മണി മോളെ, നിന്റെ കത്തലടക്കാൻ തൽക്കാലം എനിക്ക് സമയമില്ല, പിന്നെ വന്ന് കാണാം. ഇരുട്ടുന്നതിന് മുമ്പ് വണ്ടി കൊണ്ട് വീട് പറ്റാൻ നോക്കുമോളെ. എന്താടി? പല തവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ, ഈ പെണ്ണുങ്ങളെ കൊണ്ട് ഊര് തെണ്ടാൻ ഇറങ്ങുമ്പോ ആവതുള്ള രണ്ടവന്മാരെ കൂടെ കൂട്ടണമെന്ന്. ഇല്ലെങ്കിൽ നിർത്തിക്കോ, ഇലക്ഷൻ കഴിയുന്നവരെ അടങ്ങിയിരുന്നോണം ഇതിനകത്ത്. ഇതിനകത്ത് അടച്ചിട്ടിരുന്ന ഈ പെണ്ണുങ്ങളുടെ വയലോട്ട് എവിടെ നിർത്തി വെച്ച് ഉരുട്ടി കൊടുക്കും ഞാൻ. ഇവിടം കഴിഞ്ഞുകൂടുന്നത് എങ്ങനെയാന്ന് അണ്ണൻ അന്വേഷിക്കാറുണ്ടോ ഇപ്പോ? നിങ്ങൾക്കിപ്പോ പാർട്ടിയും ഇലക്ഷനും ഭാര്യമാരും, ഞാനാരാ? വെറുതെ ഇങ്ങനെ ആർക്കും വേണ്ടാതെ ഒരു ബലമില്ലാതെ വഴിയെ പോണവനൊക്കെ കൈവയ്ക്കാൻ. കുറച്ച് കാശ് കൊടുത്തു വിടാം പഴനിയുടെ കയ്യില്. അയാള് എന്റെ പെണ്ണിനെ നോവിച്ചിട്ട് അവൻ കാലിപുരം വിട്ടു പോവില്ല. അവൻ ആരായാലും അന്വേഷിക്കുന്നുണ്ട്. ഇതേത് ഉണ്ടാവനാണോ ഇത് എഴുതിയത്? വായിച്ചിട്ടൊന്നും തലയിലോട്ട് കയറുന്നില്ലല്ലോ. അയ്യോ സാറേ, ഞാനാ എഴുതിയേ. കൊള്ളാം. ഇങ്ങനെയാണോ റിപ്പോർട്ട് എഴുതി ഉണ്ടാക്കുന്നത്? അത് പിന്നെ ബഹളം നടന്നതിൻ്റെ 3-ാം പക്കം മേളിലേക്ക് ഒരു റിപ്പോർട്ട് അയച്ചു കൊടുക്കണമെന്ന് പെട്ടെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ നിന്ന നിപ്പില് കണ്ടതും കേട്ടതും ഒരു ഓർമ്മ വെച്ചങ്ങ് എഴുതി കൊടുത്തു എന്നല്ലാതെ. അല്ല സാറിങ്ങി പോകുന്നത് ഈ കേസിൻ്റെ വല്ലതും പണിഷ്മെന്റ് അടിച്ചു തന്നാണോ? ഓ, പിന്നെ ഇത് അടുത്ത് നടന്നായോടൊന്ന് ഓടിച്ചു നോക്കിയതാ. എന്നാ പിന്നെ സാർ ഈ വായിച്ചതങ്ങ് മറന്നുകളാം. സംഭവം ഞാൻ പറഞ്ഞുതരാം. അതായത് അന്ന് ഈ ബഹളമൊക്കെ ഉണ്ടാകുന്നതിന്റെ തലേന്ന് രാത്രി ഒരു കോളേജ് വാദ്യാരെ നമ്മുടെ രാഘവൻ സാറ് വഴിയിലിട്ടങ്ങ് ചാർത്തി. എന്തിനാണെന്ന് ഒരു പിടുത്തമില്ല, പക്ഷെ വാദ്യാരുടെ കാറ്റുപോയി. എന്തായാലും അത് കഴിഞ്ഞ് സ്റ്റേഷനിലോട്ടുള്ള വരവിലാണെന്ന എൻ്റെ ഒരു ഊഹം. ഈ രാഘവൻ സാറിനെ വഴിയിലിട്ടങ്ങ് തീർത്തു മാവോയിസ്റ്റുകൾ. എന്നാലും പറഞ്ഞു അതവരുടെ പണി കണ്ടാ അറിയാ സാറേ. ബുള്ളറ്റ് കൊണ്ട് കുളിപ്പിച്ച് കിടത്തിയിരിക്കുമല്ലായിരുന്നു. അവന്മാര് പഴയ കണക്ക് തീർത്തതാ സാറേ. സാർ അത് കണ്ടോ? പണ്ട് രാഘവൻ സാർ അവന്മാരുടെ കൂട്ടത്തിൽ 2 എണ്ണത്തിനെ ചുട്ടിട്ട് പിടിച്ചെടുത്ത് ഇവിടെ കൊണ്ട് തൂക്കിയതാ. അപ്പൊ ഈ രാഘവൻ കുന്നു എന്ന് പറയുന്ന ലെക്ചറുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, അതിന്റെ ഒരു കോപ്പി ഈ ഫയലിലുണ്ട് സാറേ. അവന്റെ ഉച്ചക്കിട്ട് നല്ല താങ്ങിയിട്ടുണ്ട്. ഹേമന്ത് തട്ടി ചത്തതാ. അതിനിടയ്ക്ക് മറ്റേ ഐജിയുടെ മോനും ആ പെണ്ണും വന്ന് പെട്ടോ? ദൈവത്തിനറിയാ സാറേ. അതെ, നീ അത് അവിടെ വെച്ചിട്ട് പൊക്കോ. വൈഫ പവിഴ. എടോ, ഇതാ ഈ പ്രശ്നം ഉണ്ടാക്കിയ പിള്ളേരുടെ കോളേജ്? അത് നരസിംഹ മെമ്മോറിയൽ. ഓ, ബൊമ്മയിലെ പഴയ. അത് തന്നെ. മൂപ്പരുടെ പാർട്ടിയുടെ വകയാ. ഇവിടെ വലിയ പിടിയാ. എന്നാ മൂന്നും ചെല്ലോ, പോയി ഉണ്ട്. ഓ മൂന്നാ എന്തോ തന്റെ വൈഫിനോടൊന്ന് ചോദിക്കണോ നാളെ തൊട്ട് എനിക്കിവിടെ തരുമോന്ന്. എടോ, ഉച്ചയ്ക്കുള്ള ഊണ് എനിക്കിവിടെ തരുമോന്ന്.
ഏർപ്പാടാക്കാം സാർ.